ഇന്ന് നമുക്ക് 2026 റിലീസായ കർമ്മ എന്ന ഗുജറാത്തി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കാജൽ എന്ന പെണ്ണ് രാഹുൽ എന്ന ആളിനെ വിവാഹം കഴിച്ച് അവർക്ക് ജാൻവി എന്ന മകളും ജനിച്ചു. സന്തോഷമായിട്ടാണ് അവർ ജീവിക്കുന്നത്. കാജൽ കരുതിയിരുന്നത് ഈ ലോകത്തിലേക്ക് വെച്ച് അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ജീവിതമാണ് കിട്ടിയിരിക്കുന്നതെന്നും അവൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്നുമാണ് അവൾ കരുതിയിരുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതമാണെന്ന് അവൾ കരുതിയെങ്കിൽ അവൾക്ക് തെറ്റി. അവളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനായും തുടങ്ങി. എന്തെന്നാൽ ഡൽഹിയിലേക്ക് മീറ്റിംഗിനെന്ന് പറഞ്ഞു പോകുന്ന ഭർത്താവായ രാഹുലാണെങ്കിൽ ഡൽഹിയിലായിരുന്നില്ല പോയിരുന്നത്, വാരണാസിയിലേക്കായിരുന്നു. അവിടെ മറ്റൊരു സ്ത്രീയെ കാണുവാൻ വേണ്ടിയിട്ടാണ് അയാൾ പോയിരുന്നതും. ആരായിരിക്കാം ആ സ്ത്രീ? അവരുമായിട്ട് രാഹുലിന് എന്താണ് ബന്ധം? പിന്നീട് ചുരുളറിഞ്ഞതോ ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങളായിരുന്നു. എന്തൊക്കെയാണതെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ മുംബൈയിലെ തന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്ന രാജേന്ദ്രൻ എന്ന ആളിനെയാണ് കാണിക്കുന്നത്. രാജേന്ദ്രന്റെ കുടുംബമൊക്കെ നഷ്ടമായി ഒറ്റയ്ക്കാണ് ഇപ്പോൾ ജീവിക്കുന്നത്. രാജേന്ദ്രൻ ഫ്ളാറ്റിലേക്ക് എത്തി തന്റെ മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വിളക്ക് കത്തിച്ചു വെച്ച് കരയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി കഥാനായികയെ കാജലിനെ കാണിക്കുന്നു. കാജലിന്റെ ഭർത്താവിന്റെ പേര് രാഹുൽ. ഇവർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. മകളുടെ പേരാണ് ജാൻവി. ഇവർ 3 പേരും ചേർന്ന് സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നതും. കാജലാണെങ്കിലോ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാജലിന്റെ ഭർത്താവാണെങ്കിൽ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതും. ഇവർക്കിടയിൽ ഒരു പ്രശ്നവും തന്നെയില്ല. ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ കാജൽ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. തനിക്ക് കിട്ടിയത് ഏറ്റവും നല്ല ജീവിതമാണെന്നും താൻ ഈ ജീവിതത്തിൽ ഹാപ്പിയാണെന്നും കാജൽ എപ്പോഴും പറയും. എല്ലാവരോടും അവൾ അത് തന്നെയാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഭർത്താവും നല്ലൊരു മകളുമാണ് കാജലിനുള്ളത്. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് ഭർത്താവ് കാജലിനെ കൊണ്ടുവന്ന് ഓഫീസിൽ വിട്ടിട്ടാണ് ജോലിക്ക് പോകാറുള്ളത്. അത്രയ്ക്ക് നല്ല ജീവിതമായിരുന്നു അവർക്ക്. എന്നാൽ കാജൽ വിശ്വസിച്ചിരുന്നത് അവളുടെ ജീവിതം അത്രയും മനോഹരമാണെന്നല്ലേ. പക്ഷേ അതല്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ മാറ്റം വരുവാനായും തുടങ്ങി. എങ്ങനെയെന്നാൽ ഒരു ദിവസം ഓഫീസിലേക്ക് എത്തുകയായിരുന്നു കാജൽ. കാജലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അശ്വിനാണെങ്കിൽ വാരണാസിയിൽ പോയതിനു ശേഷം ലീവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്തിരിക്കുന്നു. ഓഫീസിലേക്ക് എത്തുന്ന കാജലിനെ കണ്ട അശ്വിനാണെങ്കിൽ, കാജൽ, ഞാൻ നിന്റെ ഹസ്ബൻഡായ രാഹുലിനെ വാരണാസിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും കാജൽ ഞെട്ടിപ്പോകുന്നു. കാജൽ അത് വിശ്വസിക്കില്ല. കാജൽ പറയുന്നത്, രാഹുൽ ഇപ്പോൾ ഡൽഹിയിലാണല്ലോ, അവനൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്നും കാജൽ ഉറപ്പിച്ചു തന്നെ പറയും. അല്ല, ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഓപ്പോസിറ്റാ നടന്നു വന്നത്. ഞാൻ വിളിക്കുവാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോവുകയായിരുന്നു. കേട്ടില്ല എന്ന് അവൻ ഉറപ്പിച്ചു തന്നെ പറയും. കാജലാണെങ്കിൽ ഉടനെ തന്നെ രാഹുലിനെ കോൾ ചെയ്യുന്നു. എന്നാൽ രാഹുലാണെങ്കിൽ കോൾ എടുക്കില്ല. ഞാനൊരു മീറ്റിംഗിലാണെന്ന് രാഹുൽ മെസ്സേജ് അയച്ചു. അങ്ങനെ ഡൽഹിയിൽ നിന്നും രാഹുൽ തിരികെ അന്നേ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നു. രാഹുലിനോട്, നീ വാരണാസിയിൽ വല്ലതും പോയിരുന്നോ എന്ന് കാജൽ ചോദിക്കുമ്പോഴോ, വാരണാസിയിലോ? ഞാൻ പോയെന്നോ? ആരാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കും. അശ്വിൻ പറഞ്ഞു, അവൻ വാരണാസിയിൽ ട്രിപ്പ് പോയിരുന്നു. അവിടെ വെച്ച് നിന്നെ കണ്ടെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതൊക്കെ അവന്റെ വെറും തോന്നല. ഞാൻ ഡൽഹിയിലാ പോയത്. മീറ്റിങ്ങിന്റെ പ്രഷറും ജോലിയുടെ പ്രഷറും കാരണം എനിക്കൊരു സമാധാനമില്ലാതെയാണ് ഞാൻ ഡൽഹിയിൽ നിന്നത്. ഇതിനിടയിൽ ഞാൻ വാരണാസിയിൽ പോയെന്നോ? അതൊക്കെ അവന്റെ വെറും തോന്നല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുമല്ലോ എന്നും രാഹുൽ പറയുന്നു. രാഹുൽ പറഞ്ഞത് കാജൽ അങ്ങ് വിശ്വസിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ തന്നെ രണ്ടാളും ഓഫീസിലേക്ക് പോകും. കാജലിനെ ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് രാഹുൽ തന്റെ ഓഫീസിലേക്ക് പോകുന്നത്. എന്നാൽ എന്നും ഹാപ്പിയായിട്ട് വരുന്ന രാഹുലിന്റെ മുഖം ഇന്ന് മാത്രം വല്ലാതെ ടെൻഷനിലായിരുന്നു ഇരുന്നത്. ഓഫീസിലേക്ക് വരുമ്പോൾ അവന്റെ മുഖത്ത് നല്ല ടെൻഷൻ കാണാം. എന്നാൽ മറ്റൊരു വശത്ത് കാജലും ഓഫീസിലേക്ക് എത്തുക. അവിടെ വെച്ച് അശ്വിനെ കാണുന്നു. അശ്വിനടുത്തേക്ക് ചെന്ന കാജലാണെങ്കിൽ, നിനക്ക് എന്നേക്കാൾ മുകളിൽ വരണമെങ്കിൽ നീ എൻ്റെ കരിയറുമായിട്ട് മത്സരിക്കേ, അല്ലാതെ എൻ്റെ പേഴ്സണൽ ജീവിതം വെച്ച് നീ കളിക്കരുത്. ആവശ്യമില്ലാതെ രാഹുലിനെ കുറിച്ച് നീ ഒന്നും പറയരുത്. ഇത്രയും നാൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇനി മുതൽ നമ്മൾ ഹായ് ബൈ, അത് മാത്രം മതി എന്ന് പറഞ്ഞ് കാജൽ അവിടെ നിന്ന് പോകും. എന്നാൽ അതെല്ലാം കേട്ട് അശ്വിൻ ഞെട്ടിപ്പോവുകയാണ്. അശ്വിൻ കാജലിന്റെ പിന്നാലെ ചെന്നു. കാജൽ, നീ വിശ്വസിക്കുന്നത് പോലെയല്ല. ഞാൻ സത്യത്തിൽ രാഹുലിനെ കണ്ടതാ. രാഹുലിന്റെ ഓപ്പോസിറ്റാ നടന്നു വന്നത്. ഫോണും ചെയ്തുകൊണ്ടാ വന്നത്. ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണിന് പവറില്ല എന്നൊന്നും കരുതരുത്. മാത്രമല്ല എനിക്ക് നല്ല മെമ്മറിയുമുണ്ട്. ഞാൻ രാഹുലിനെ കാണുന്ന സമയം രാഹുൽ ധരിച്ചിരുന്നത് ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ബ്രൗൺ കളർ പാൻറ്റുമാ. ഞാൻ എന്തിനും നിന്റെ ജീവിതം വെച്ച് കളിക്കണം? നീ എൻ്റെ നല്ല ഫ്രണ്ടല്ലേ? ഞാൻ കണ്ടതുപോലെ പറഞ്ഞു. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇറങ്ങി പോവുകയാണ് ചെയ്തതും. അശ്വിൻ പോയതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കാജൽ. കാരണം എന്തെന്നാൽ, രാഹുൽ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാജലായിരുന്നല്ലോ. അതിൽ ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ബ്രൗൺ കളർ പാൻറ്റും അവൾ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അശ്വിൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള കാര്യം കാജലിന് മനസ്സിലായി.
എന്നാൽ മറ്റൊരു വശത്ത് ഓഫീസിലെത്തിയ രാഹുലാണെങ്കിൽ ആരെയോ കോൾ ചെയ്യുകയാണ്. ഇനി നമ്മൾ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടണ്ട. കാജലിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. കാജലിന്റെ ഫ്രണ്ട് വാരണാസിയിൽ വന്ന സമയത്ത് എന്നെ കണ്ടെന്നാ പറയുന്നത്. അതോടെ അവൾക്കും സംശയമായി. അവൾ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ വാരണാസിയിലൊന്നും പോയില്ല, ഡൽഹിയിലാണ് പോയതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊരു സ്ത്രീയായിരുന്നു. അതിൽ നിന്നും രണ്ടുപേരും തമ്മിൽ അഫെയറിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാമല്ലോ. നീ എന്തിനാ വാരണാസിയിൽ പോയില്ല, ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് കള്ളം പറഞ്ഞത്? ഒരാവശ്യം വന്ന സമയത്ത് പെട്ടെന്ന് വാരണാസിയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് നിനക്ക് കള്ളം പറഞ്ഞുകൂടായിരുന്നോ? പിന്നെയെങ്കിൽ ആവിധ ചോദ്യങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ, പിന്നെ ടെൻഷൻ അടിക്കണ്ടായിരുന്നല്ലോ എന്ന് ആ സ്ത്രീ പറയുമ്പോഴോ എന്തോ എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. പെട്ടെന്ന് ഞാനാകെ ടെൻഷനായിപ്പോയി. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നത്. ഇനി എന്തായാലും നമ്മൾ വാരണാസിയിൽ വെച്ച് കാണണ്ട എന്നുള്ള കാര്യവും അവൻ പറയുന്നു. എന്നിട്ട് കോൾ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഓഫീസിലിരിക്കുകയായിരുന്ന കാജലാണെങ്കിൽ തന്റെ കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. കാജലിനോട് കൂട്ടുകാരി ചോദിക്കുന്നതോ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, ഫിസിക്കൽ റിലേഷനിലൊക്കെ വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴോ, അല്ല, സാധാരണ പുരുഷന്മാരാണെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിലാണ് മറ്റുള്ള സ്ത്രീകളെ അന്വേഷിച്ച് പോകുന്നത്. ഇനി അങ്ങനെ വല്ലതുമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് ആ അശ്വിനാണെങ്കിൽ നിങ്ങളുടെ കുടുംബം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്നാ. അല്ലാതെ അവൻ വാരണാസിയിൽ വെച്ചൊന്നും കണ്ടു കാണില്ല പുള്ളിക്കാരനെ എന്നുള്ള കാര്യം കൂട്ടുകാരി പറയുമ്പോഴോ, അല്ല, അശ്വിൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞ് കാജൽ ഒരു കാര്യം കൂട്ടുകാരിയോട് പറയുന്നു. രാഹുൽ ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് രാഹുലിന്റെ ബാഗിലുള്ള തുണിയെല്ലാം വാഷ് ചെയ്യുവാനായിട്ട് വേലക്കാരി തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയി. ബാഗ് അവിടെ മാറ്റിവെച്ചിരുന്നു. എന്നാൽ ആ ബാഗിൽ എയർപോർട്ടിന്റെ ടാഗ് ഉണ്ടായിരുന്നു. ആ ടാഗ് കാജൽ കാണുകയുണ്ടായി. അതിലുള്ള സീരിയൽ നമ്പർ അവളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് വാരണാസിയാണ് കാണിച്ചത്. അതോടുകൂടി അശ്വിൻ പറഞ്ഞത് സത്യമാണെന്നും തന്റെ ഭർത്താവ് വാരണാസിയിൽ പോയി എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പായെന്നും കാജൽ പറയുന്നു. അത് കേട്ട കൂട്ടുകാരി, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ ഒരു കാര്യം ചെയ്, നീ ഇതെല്ലാ തെളിവുകളും വെച്ച് നിന്റെ ഭർത്താവിനോട് ചോദിക്ക്, എന്നിട്ട് സത്യം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എത്ര ചോദിച്ചാലും നുണയ്ക്ക് മീതെ നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തിനാ, കൈയോടെ തന്നെ പൊക്കാമെന്നും അവൾ തീരുമാനിക്കുന്നു. വീട്ടിലെത്തിയ കാജലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് രാഹുലിന്റെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിക്കുവാനായും തുടങ്ങി. എന്നാൽ രാഹുലാണെങ്കിൽ വളരെ ഹാപ്പിയായിരുന്നു. എപ്പോഴൊക്കെ വാരണാസിയുടെ കാര്യം അവൾ പറയുന്നു ആ സമയമെല്ലാം രാഹുൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതോടുകൂടി കാജലിന് തന്റെ സംശയമെല്ലാം സത്യമാണെന്നുള്ളത് ഉറപ്പായി. തന്റെ ജീവിതം എന്തായി ഇങ്ങനെ? ഏറ്റവും നല്ല ജീവിതമാണ് തനിക്ക് കിട്ടിയെന്നല്ലേ താൻ കരുതിയിരുന്നത്? അതുമല്ല, ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നല്ലോ, പിന്നെന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നെല്ലാം കാജൽ ചിന്തിച്ച് സങ്കടപ്പെടുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്ക് മീറ്റിങ്ങിന് പോകുന്നതെല്ലാം തന്നോട് കള്ളം പറഞ്ഞ് വാരണാസിയിലേക്കായിരിക്കുമോ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കാജലിന് വന്നുകൊണ്ടേയിരുന്നു. അവളാണെങ്കിൽ ആകെ ടെൻഷനിലായിരുന്നു. അതേസമയം തന്നെയായിരുന്നു രാഹുൽ വീണ്ടും കാജലിനോട് പറയുന്നത് തനിക്ക് അടുത്ത മീറ്റിംഗ് വന്നിരിക്കുന്നു, ഉടനെ താൻ ഡൽഹിയിൽ പോകുമെന്നും പറഞ്ഞു. എന്നാൽ അത് കേട്ട് കാജലാണെങ്കിൽ ഒന്നും തന്നെ പ്രതികരിച്ചതേയില്ല. സൈലന്റ് ആയിട്ട് ഓക്കെ പറയുകയാണ്. രാഹുലാണെങ്കിൽ അടുത്ത ദിവസം ഡൽഹിയിലേക്കും പോയി. ഉടനെ തന്നെ കാജലാണെങ്കിൽ തന്റെ ഡൽഹിയിലുള്ള കൂട്ടുകാരനായ കൗശികിനെ വിളിക്കും. കൗശിക്കിനോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്താ നിനക്ക് വേണ്ടതെന്ന് കൗശിക് ചോദിക്കുമ്പോഴോ, എൻ്റെ ഹസ്ബൻഡായ രാഹുൽ ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്, ആരോടൊക്കെ മിണ്ടുന്നു, ആരൊക്കെ കാണുന്നു, സഹകരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നീ എനിക്ക് വിളിച്ച് പറഞ്ഞു തരണമെന്ന് പറയും. നീ എന്തിനാ നിന്റെ ഹസ്ബൻഡിനെ സംശയിക്കുന്നത്? രാഹുലാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാനാ, നിന്നെ നന്നായിട്ടാ നോക്കുന്നത്, പിന്നെന്തിനാ നീ സംശയിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, നീ ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ കൗശികാണെങ്കിലോ രാഹുലിനെ കുറിച്ച് അന്വേഷിക്കുവാനായും തുടങ്ങുകയാണ്. ഡൽഹിയിലേക്ക് എത്തിയ രാഹുലാണെങ്കിൽ പകൽ സമയങ്ങളിൽ തന്റെ ക്ലയന്റിനെ കാണുവാനായിട്ടും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനൊക്കെ പോകുന്നു. എന്നാൽ ഈവനിങ് ടൈമിൽ ഒരു സ്ത്രീക്കൊപ്പമാണ് പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അങ്ങനെയൊക്കെയാ. ഇതെല്ലാം കണ്ട് ഞെട്ടിയ കൗശികാണെങ്കിൽ ഫോട്ടോകൾ എടുത്ത് കാജലിന് അയച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോസൊക്കെ കണ്ടതും കാജൽ ഞെട്ടിപ്പോകുന്നു. തന്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്നുള്ള കാര്യം കാജലിന് മനസ്സിലായി. ഇത് ഭർത്താവിനോട് ചോദിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഡൽഹിയിലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രാഹുലാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തി. പക്ഷേ കാജലാണെങ്കിലോ ഒന്നും ചോദിക്കുന്നതേയില്ല. പുള്ളിക്കാരി സൈലന്റാ. ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം തന്നെ മീറ്റിംഗ് ഒക്കെ വലിയ പാടായിരുന്നു. മാത്രവുമല്ല, ഓൺലൈനായിട്ട് മീറ്റിംഗ് നടത്താം, പക്ഷേ എൻ്റെ ബോസാണെങ്കിൽ ഒരു ഹിറ്റ്ലറാ, അതുകൊണ്ടാ ഡൽഹിയിൽ തന്നെ വരണമെന്ന് അദ്ദേഹത്തിന് വാശി. അതാ ഞാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ രാഹുൽ സംസാരിക്കും.
രാഹുൽ വളരെ വിദഗ്ധമായിട്ട് നുണ പറയുന്നതെല്ലാം കാജലാണെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവൾ അങ്ങോട്ടൊന്നും ചോദിക്കുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു കാജലിന്റെ മകളായ ജാൻവി ആണെങ്കിൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും. ആ ഒരു കാര്യം കൂടി ആയപ്പോൾ ഒന്നാമത് കാജലിന് നല്ല ദേഷ്യം. അതിന്റെ കൂടെ മകൾ കൂടി വാശി പിടിച്ചപ്പോഴോ കാജലാണെങ്കിൽ പൊട്ടിത്തെറിച്ചു. ആദ്യമായിട്ടാണ് കാജൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അത് കാണുന്ന രാഹുലാണെങ്കിലോ, നിനക്ക് എന്ത് പറ്റി? നീ ഇതിനു മുൻപ് ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ, എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് രാഹുൽ ചോദിക്കുമ്പോഴോ കാജലാണെങ്കിൽ ചിരിച്ചുകൊണ്ടതിന് ഒന്നുമില്ല എന്ന് മറുപടി പറയുന്നു. എന്നാൽ കാജലിനൊരു കാര്യം മനസ്സിലായി, രാഹുൽ തന്നോട് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന്. രാഹുലിന്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നുമെല്ലാം അവൾ അത് ഉറപ്പിച്ചു. സത്യത്തിൽ കാജൽ എന്തുകൊണ്ടാണ് രാഹുലിനോടത് ചോദിക്കാത്തതെന്നാൽ രാഹുൽ തന്നെ തന്നോട് സത്യം തുറന്നു പറയട്ടെ എന്നാണ് കാജൽ വിചാരിക്കുന്നത്. പക്ഷേ രാഹുലാണെങ്കിലോ ഒന്നും പറയുന്നതേയില്ല. വളരെ വിദഗ്ധമായിട്ട് നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാജലാണെങ്കിലോ വല്ലാത്ത ടെൻഷനിലുമായിരുന്നു. അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുന്ന കാജലാണെങ്കിൽ രാഹുലിനൊപ്പമുള്ള സ്ത്രീ ആരാണെന്നൊക്കെ ഫോട്ടോ സൂം ചെയ്ത് നോക്കും. അവൾക്കൊരു ഐഡിയയും കിട്ടുന്നതേയില്ല. കാജൽ ഈ ഒരു കാര്യമെല്ലാം കൂട്ടുകാരിയോട് പറയുന്നു. കൂട്ടുകാരി പറയുന്നത്, ഇപ്പോൾ നിനക്ക് എന്താ ടെൻഷൻ? ഇതൊരു വയസ്സായ സ്ത്രീയല്ലേ, അവരെ ആലോചിച്ചാണോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴോ, അവരെ ആലോചിച്ചല്ല, ഞാൻ രാഹുലിനെ ആലോചിച്ചാ ടെൻഷൻ അടിക്കുന്നത്. അല്ല, നിനക്ക് അത്ര സംശയമാണെങ്കിൽ രാഹുലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അപ്പോൾ വല്ല വിവരവും കിട്ടുമല്ലോ എന്ന് കൂട്ടുകാരി പറയുമ്പോഴോ രാഹുലിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നുമില്ല എന്നുള്ള കാര്യവും കാജൽ പറയുന്നു. രാഹുൽ 2 ലൈഫാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ടെൻഷൻ കാജലിനുണ്ടാകുന്നു. കാരണം എന്തെന്നാൽ പലതവണയായിട്ട് ഡൽഹിയിലേക്ക് മീറ്റിംഗിനെന്ന് പറഞ്ഞ് രാഹുൽ പോകാറുണ്ട്. ഇത്രയും നാൾ രാഹുൽ ഡൽഹിയിൽ മീറ്റിംഗിനെന്ന് പറഞ്ഞ് പോയത് മീറ്റിംഗിന് തന്നെയായിരുന്നു എന്ന് കാജൽ അന്വേഷിക്കുന്ന സമയത്താണ് വാരണാസിയിലേക്കാണ് പോയതെന്നുള്ള സത്യം കാജൽ അറിഞ്ഞതും. അതോടുകൂടിയാണ് അവളുടെ സംശയം ഇരട്ടിയായതും. സത്യത്തിലെ കാജലും രാഹുലും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരും ഒരേ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ വെച്ചാണ് രണ്ടുപേരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും. 13 വർഷമായിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ വെച്ചൊന്നും തന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊരു സംശയം പോലും കാജലിന് തോന്നിയിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ താൻ ചതിക്കപ്പെടുന്നു എന്ന സംശയം കാജലിനുണ്ടാകുവാനായും തുടങ്ങി. അവൾക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ തന്നെ. അതുകൊണ്ട് തന്നെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവരൊരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കി. ഡിറ്റക്റ്റീവിന്റെ അന്വേഷണത്തിൽ ആ സ്ത്രീയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. അവരുടെ പേര് യശോദ. 7 വർഷങ്ങൾക്ക് മുൻപ് യശോദയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. രാഹുൽ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലേക്ക് മീറ്റിംഗിനെന്ന് പറഞ്ഞു പോകുന്നത് വാരണാസിയിലുള്ള യശോദയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രാഹുലും യശോദയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഡിറ്റക്റ്റീവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനമായിട്ട് രാഹുൽ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലേക്ക് യശോദ വന്നു. അവിടെ വെച്ചും രണ്ടുപേരും കണ്ടുമുട്ടുകയുണ്ടായി. അവിടെ വെച്ച് ഹോട്ടലിൽ റൂം എടുക്കുകയും പാർക്കിലും ബീച്ചിലുമൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡിറ്റക്റ്റീവ് കാജലിനോട് പറയുന്നു. അതോടുകൂടി കാജലിന്റെ ദേഷ്യം ഇരട്ടിയായി. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് രാഹുലിനോട് ചോദിക്കണമെന്നും കാജൽ തീരുമാനിക്കും. അന്നേ ദിവസം വൈകിട്ട് പതിവ് പോലെ തന്നെ രണ്ടാളും ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് വരികയായിരുന്നു. പാർക്കിങ്ങിൽ എത്തിയ സമയം തന്നെ കാജൽ രാഹുലിനോട് ചോദിക്കും, ആരാണ് ഈ യശോദ? അത് കേട്ടതും രാഹുൽ ഞെട്ടിപ്പോകുന്നു. എനിക്കറിയാം വാരണാസിയിലേക്ക് ഞാൻ പോയത് എന്തിനെന്നുള്ള കാര്യം അറിയാതെ നീ വിടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാനിനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും രാഹുൽ പറയുന്നു. സത്യത്തിൽ ഈ ഒരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ യശോദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നു. അതിനിടയിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്നു. യശോദയ്ക്ക് രവി എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. രവിയാണെങ്കിൽ മഞ്ജരി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് 17 വർഷങ്ങൾക്ക് മുൻപ് മഞ്ജരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം രവി ആത്മഹത്യ ചെയ്തു. ഈ ഒരു കാര്യം കൂടി ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്നു. അങ്ങനെ റൂമിലേക്ക് എത്തിയ രാഹുലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായും ആരംഭിച്ചു. രാഹുൽ പറയുന്നത്, എനിക്ക് പണ്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ പേര് രവി എന്നായിരുന്നു. അവനാണെങ്കിൽ മഞ്ജരി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം രവിയാണെങ്കിലോ പെട്ടെന്ന് എന്റെ ഫ്ളാറ്റിലേക്ക് വന്നു. പെട്ടെന്ന് എന്റെ റൂമിലേക്ക് വന്നു. ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ എന്നവൻ പറഞ്ഞു. ഞാനും അതിന് സമ്മതിച്ചു. 2 ദിവസം നിന്നിട്ട് അവൻ ഇവിടെ നിന്ന് പോയി. എന്നാൽ അവൻ പോയതിനു പിന്നാലെ പോലീസ് എന്നെ തേടി വന്നു. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. കാരണം എന്തെന്നാൽ അവൻ അവന്റെ ഭാര്യയെ മഞ്ജരിയെ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് അവൻ എന്റെ റൂമിൽ വന്ന് താമസിച്ചതും. നീയല്ലേ അവനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ച് പോലീസ് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. ഏകദേശം ഒരു 7 ദിവസം വരെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതെനിക്ക് വല്ലാതെ മാനസിക പ്രശ്നമുണ്ടാക്കി. രവി ചെയ്തതിനെ കുറിച്ച് ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഞാൻ അവനെ ഹെൽപ്പും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചതേയില്ല. 7 ദിവസത്തിന് ശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും എന്റെ മാനസികാവസ്ഥ ഒട്ടും തന്നെ ശരിയല്ലായിരുന്നു. പോലീസ് രവിക്ക് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു. ആ സമയത്തെല്ലാം പോലീസുകാർ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്തിരുന്നു. 1 വർഷത്തോളം പോലീസിന്റെ ക്രൂരമായ പീഡനം ഞാൻ അനുഭവിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു രവി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അറിഞ്ഞതും. അതോടെയാണ് പോലീസുകാർ എന്നെ ദ്രോഹിക്കുന്നത് നിർത്തിയത്. ഈ രവിയുടെ അമ്മ
അമ്മയാണ് യശോദ. പണ്ട് കുട്ടിക്കാലത്ത് രവിയുടെ അമ്മയായ യശോദ ഞങ്ങളെ രണ്ടുപേരെയും മക്കളെ കണക്കാ വളർത്തിയത്. എനിക്ക് അമ്മ ഒരുപാട് ചോറൊക്കെ വാരി തന്നിട്ടുണ്ട്. അമ്മ എന്നെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. രവി അമ്മയ്ക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും അമ്മയ്ക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ കണക്കാ യശോദയെ കാണുന്നതും. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താവശ്യം വന്നാലും ഞാൻ അതെല്ലാം നടത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് ഡൽഹിയിലേക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നിന്നോട് കള്ളം പറഞ്ഞ് വാരണാസിയിലേക്ക് പോകുന്നതും. നീ എന്തെങ്കിലും വിചാരിച്ചാലോ, നമ്മുടെ കുടുംബജീവിതത്തിനെ അത് ബാധിച്ചാലോ എന്ന് പേടിച്ചാണ് ഞാനിതൊന്നും തുറന്നു പറയാത്തത്. മാത്രവുമല്ല, എൻ്റെ പാസ്റ്റ് എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതും. ഞാനിങ്ങനെ ജയിലിലായിരുന്നുവെന്നും എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യമൊക്കെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് ചിന്തിച്ചാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായമെല്ലാം ഞാൻ പോയി ചെയ്തു കൊടുക്കാറുമുണ്ട്. അല്ലാതെ നീ കരുതുന്നത് പോലെ ഒന്നുമല്ല എന്നുള്ള കാര്യം രാഹുൽ തുറന്നു പറയുന്നു. അത് കേട്ടതും കാജലാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. ഞാൻ കരുതിയത് ഞാനല്ലാതെ നിങ്ങൾക്ക് വേറൊരു കുടുംബമുണ്ടെന്നാ. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരു നിമിഷത്തേക്ക് എൻ്റെ ജീവിതമേ തകർന്നു പോയി എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞവൾ കരയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് രാഹുൽ പറയുന്നതോ, നീ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം വളരെ മനോഹരമായത്. ജീവിതം ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയതും. അല്ലാതെ നീ കരുതും പോലെ എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ അമ്മയെ പോലെ യശോദയെ കരുതുന്നതും. നീയും ജാൻവിയുമാണ് എൻ്റെ ജീവിതം. എൻ്റെ ലോകത്തിലേക്ക് മറ്റൊരാളെ കടന്നു വരാനായിട്ടും ഞാൻ സമ്മതിക്കില്ല എന്നും രാഹുൽ പറയുന്നു. അത് കേട്ടതും കാജലാണെങ്കിൽ രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി പഴയതുപോലെ അവരുടെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാജലിന് അവളുടെ കൂട്ടുകാരിയെ നന്ദിനിയിൽ നിന്ന് കോള് വരുന്നു. നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നമെല്ലാം സോൾവ് ആയി എന്ന് കാജൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് നന്ദിനി കോള് കട്ട് ചെയ്യുവാനും പോകും. അല്ല, നീ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം പറയുവാനായിട്ടും കാജൽ പറയുന്നു. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. എന്തെന്നാൽ ഇത്രയും നാള് രാഹുലിന് ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇല്ലെന്നല്ലേ പറഞ്ഞത്. എന്നാൽ രാഹുലിന്റെ ഐഡന്റിറ്റിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് നന്ദിനി കണ്ടെത്തിയിട്ടുണ്ട്. ആ അക്കൗണ്ടിനെ കുറിച്ചുള്ള കാര്യമാണ് കാജലിനോട് പറഞ്ഞതും. എന്നാൽ ആ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ വേറെയാണ്, ഫോട്ടോ മറ്റൊരാളിൻ്റെത്. പക്ഷേ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് രാഹുലിൻ്റെതായിരുന്നു. ആ ഫോട്ടോയിലുള്ള ആൾ മറ്റാരുമല്ല, രാഹുൽ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയ രവിയുടെ ഫോട്ടോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ കാജലും നന്ദിനിയും ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. രവി തന്റെ ഭാര്യയെ കൊന്നതിന് ശേഷം നേരെ വന്നത് രാഹുലിന്റെ റൂമിലേക്കല്ലേ. റൂമിൽ വന്നതിന്റെ ഉദ്ദേശം രാഹുലിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക. അത് കൃത്യമായിട്ട് രവി ചെയ്തു. കുറച്ചുനാൾ എങ്ങനെയൊക്കെ ജീവിച്ചതിന് ശേഷം ഒരു വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഫേക്ക് സൂയിസൈഡ് നടത്തി. അതെല്ലാവരും വിശ്വസിച്ചു. രവി മരിച്ചുവെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചതിന് ശേഷം മറ്റേതോ നാട്ടിൽ പോയി അവിടെ രാഹുലിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുകയാണെന്നുള്ള കാര്യം കാജലിനും നന്ദിനിക്കും മനസ്സിലായി. വീട്ടിലേക്ക് എത്തിയ കാജലാണെങ്കിൽ രാഹുലിനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അങ്ങനെ രവിയെ ഞാൻ വെറുതെ വിടില്ല എന്ന് കാജൽ പറയുമ്പോഴോ, അവന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത്. അവനാണെങ്കിൽ ഭാര്യയെ കൊന്ന ആളാ. അവൻ ആരെയും കൊല്ലാൻ മടിക്കില്ല. അതുകൊണ്ട് നീ പ്രശ്നത്തിലൊന്നും ഇടപെടണ്ട. നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രം നോക്കിയാൽ മതി എന്നും കാജലിനോട് രാഹുൽ പറയുന്നു. പക്ഷേ കാജലാണെങ്കിൽ വെറുതെ വിടുവാനും തീരുമാനിച്ചില്ല. അവൾക്കാണെങ്കിലോ ആകെ ടെൻഷൻ. ഓരോ ദിവസവും പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെയാണ് അവൾ കാണുന്നത്. അവസാനം അവൾ അച്ഛനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അച്ഛൻ പറയുന്നത് അവനെ അങ്ങനെ വെറുതെ വിടരുത്, പോലീസിൽ ഏൽപ്പിക്കണമെന്നും അച്ഛൻ പറയുന്നു. ആ ഒരു ധൈര്യത്തിൽ അടുത്ത ദിവസം രാഹുൽ അറിയാതെ തന്നെ കാജൽ നേരെ മുംബൈയിലേക്ക് പോകും. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മുംബൈയിലുള്ള ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുവെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേ ബാങ്കിലേക്ക് നന്ദിനി എന്ന കള്ളപ്പേരിൽ കാജൽ എത്തുകയാണ്. കാജലാണെങ്കിൽ മാനേജറിനെ കാണുവാനായും കയറി. മാനേജറിനെ കണ്ടതും കാജൽ വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. കാജലിന്റെ വെപ്രാളമൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ മാനേജർ ചോദിക്കുന്നു. എന്നാൽ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. രവി പഥക് എന്ന ആളിനെ അറിയുമോ എന്ന് ചോദിക്കുവാനായിട്ടും അവൾ തീരുമാനിക്കുന്നു. പക്ഷേ ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് കരുതി എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് മറ്റൊരു ബ്രാഞ്ചിലുള്ള രവി പഥക് ആണെന്ന് പറയും. അവളുടെ ഉദ്ദേശം രവി പഥക് എന്ന പേര് കേൾക്കുന്ന സമയത്ത് മാനേജറിന് വല്ല ഭാവവ്യത്യാസവും ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാ. പക്ഷേ രവി എന്ന പേര് പറഞ്ഞതും ആ മാനേജറിന് ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതോടെ കാജൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പുറത്തേക്ക് വന്ന മാനേജറാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് ഇവരെന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ വേറൊരു ബ്രാഞ്ചിലുള്ള രവി പഥക് എന്ന ആൾ പറഞ്ഞു വിട്ടിട്ട് വന്നതാണെന്ന് പറയുമ്പോഴോ, രവി എന്ന പേരിൽ ആരെങ്കിലും മറ്റ് ബ്രാഞ്ചിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യുവാനേയും പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ പേരിൽ ആരും തന്നെ ഇല്ലായിരുന്നു. വീട്ടിലേക്ക് എത്തിയ മാനേജറിനോട് മാനേജറിന്റെ ഭാര്യയെ സഞ്ജന വന്നിട്ട് പറയുന്നുണ്ട്, ഈ രവി പഥക് എന്ന ആളിനെ അറിയുമോ എന്ന്. അത് കേട്ടതും മാനേജർ ചോദിക്കുന്നത്, ആരാ നിന്നോട് ഈ പേര് പറഞ്ഞാൻ ചോദിക്കുമ്പോൾ, ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നന്ദിനി എന്നൊരു സ്ത്രീയെ കണ്ടിരുന്നു. അവരെന്നോട് പറഞ്ഞു വീടിന്റെ ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് താമസിക്കുന്ന രവി പഥക് എന്ന ആളിനെ സൂക്ഷിക്കണമെന്ന്. അയാൾ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിരുന്നു. ആരായി രവി പഥക് എന്ന് സഞ്ജന ചോദിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മാനേജർ വല്ലാതെ ടെൻഷനാകുന്നു. മാനേജറിനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നതേയില്ല. അടുത്ത ദിവസം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമെന്നായിരുന്നു കാജൽ പറഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത ദിവസമായിട്ടും അവളെ കാണാത്തത് കൊണ്ടും ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് കൊണ്ടും രാഹുലിന് വല്ലാതെ ടെൻഷനായി. രാഹുലാണെങ്കിലോ കാജലിന്റെ ഓഫീസിൽ വിളിച്ച് തിരക്കുന്ന സമയത്ത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാജൽ ലീവ് എടുത്തത് എന്നായിരുന്നു ഓഫീസിൽ നിന്ന് പറഞ്ഞത്. അതോടുകൂടി രാഹുലിന് വല്ലാതെ ടെൻഷനായി. അവളുടെ കൂട്ടുകാരിയെ നന്ദിനിയോട് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകുമെന്ന് കരുതി നേരെ നന്ദിനിക്കടുത്തേക്ക് പോകും. നന്ദിനിയാണെങ്കിലോ കാജൽ എവിടെയാണ് പോയത് എന്നുള്ള സത്യമെല്ലാം തുറന്നു പറഞ്ഞു. രവിയുടെ കാര്യത്തിൽ അധികം ഇടപെടരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണെന്നും പറഞ്ഞ് രാഹുലാണെങ്കിൽ കാജലിനെ വിളിക്കുവാനായും ശ്രമിക്കും. എന്നാൽ കോൾ കിട്ടുന്നതേയില്ല. മറ്റൊരു വശത്ത് ബാങ്കിലേക്ക് എത്തിയ മാനേജറാണെങ്കിൽ കാജൽ വന്നിട്ട് പോയ CCTV ഫുട്ടേജിൽ നിന്നും കാജലിന്റെ ഫോട്ടോ എടുത്ത് തന്റെ വൈഫായ സഞ്ജനയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഇവരെയാണോ നീ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് സഞ്ജനയും ഉറപ്പിക്കും. അതേ സമയം തന്നെയായിരുന്നു കാജൽ നേരെ പോയത് യശോദയെ കാണുവാൻ വേണ്ടിയിട്ടാ. യശോദയോട് പറയുന്നത്, നിങ്ങളുടെ മകൻ എന്റെ ഭർത്താവിന്റെ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്, അത് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അറിയാം, ആ ഒരു കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നുള്ള കാര്യം യശോദ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും പ്രതികരിക്കാത്തത് എന്തെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ യശോദ പറയുന്നതോ സ്വന്തം കൂട്ടുകാരൻ എന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് കൂട്ടുകാരന്റെ ഐഡന്റിറ്റിയിൽ അവൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ആർക്കും ഇതുവരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് യശോദ ചോദിക്കുമ്പോഴോ ആർക്കും പ്രശ്നമില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷമല്ലേ മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ അവൻ വിലസി നടക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ പോയി കണ്ടിരുന്നു. അയാളാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും കാജൽ പറയുന്നു. ഞാൻ ഈ ഒരു കാര്യം പോലീസിനെ അറിയിക്കും, പോലീസിനെ കൊണ്ട് നിങ്ങളുടെ മകനെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കാജൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ യശോദ ഉടനെ തന്നെ ഈ ഒരു കാര്യം രാഹുലിനെ വിളിച്ച് പറയുന്നു. നിന്റെ ഭാര്യ ഇവിടെ വന്നു, അവൾ പ്രശ്നമുണ്ടാക്കി, അവൾ പോലീസിനെ അറിയിക്കുമെന്നാ പറയുന്നത്, നീ അവളെ എങ്ങനെയെങ്കിലും തടയണമെന്നും യശോദ പറയും. ഉടനെ തന്നെ രാഹുലാണെങ്കിൽ കാജലിനെ വിളിക്കുകയാണ്. കാജലിന് എങ്ങനെയൊക്കെയോ കോള് കണക്ട് ആവും. കാജൽ കോൾ എടുക്കുന്ന സമയത്ത്, നീ എന്തിനാ ഇത് പ്രശ്നമാക്കുന്നത്? അവൻ അങ്ങനെ എന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നതിൽ എനിക്കിതുവരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ. എങ്ങനെ ആയിക്കോട്ടെ, അവന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട എന്ന് രാഹുൽ പറയുന്നു. പക്ഷേ അത് കേൾക്കുവാനായിട്ട് കാജൽ കൂട്ടാക്കുന്നതേയില്ല. മറ്റൊരു വശത്ത് ബാങ്കിൽ നിന്ന് നേരെ മാനേജറാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് എത്തി. അതേസമയം തന്നെയായിരുന്നു സഞ്ജന ചോദിക്കുന്നുണ്ട്, ആരാ ഈ രവി പഥക്? അത് കേട്ട മാനേജറാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുകയും അതൊരു 17 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ ഭാര്യയോട് പറയുന്നു. സത്യം എന്താണെന്നുള്ള കാര്യം മാനേജർ തുറന്നു പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അവിടെ നിന്ന് കാജൽ നേരെ പോയത് മഞ്ജരിയുടെ വീട്ടിലേക്കാണ്. മഞ്ജരിയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാണ് കാജൽ എത്തിയിരിക്കുന്നതും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അച്ഛനോട് ചോദിക്കുന്നു. അച്ഛനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. മഞ്ജരിയുടെയും രവിയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നതും. ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് രവിയുടെ സ്വഭാവമേ മാറി. അവൻ എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു, അവളുമായിട്ട് എപ്പോഴും പ്രശ്നമായിരുന്നു. ഒരു ദിവസം രവി മഞ്ജരിയെ കൊന്നു എന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. അടുത്ത അയൽവാസികളോടൊക്കെ അന്വേഷിച്ച സമയത്താണ് രവിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. മഞ്ജരിയുടെ മരണശേഷം അതൊന്നും താങ്ങാനാകാതെ അവളുടെ അമ്മയും മരണപ്പെട്ടു. അതിനുശേഷം താനിവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും മഞ്ജരിയുടെ അച്ഛൻ പറയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാജൽ പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകളുടെ കൂട്ടുകാരെയെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തിനാണ് വന്നിരിക്കുന്നത്? നിന്നെ ഞാൻ ഇതിനു മുൻപും ഈ പരിസരത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നും അച്ഛൻ പറയുന്നു. അപ്പോൾ കാജലാണെങ്കിൽ താൻ വന്ന കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറയുകയാണ്. അതെല്ലാം കേട്ട് അച്ഛൻ ഞെട്ടിപ്പോകുന്നു. നിങ്ങളുടെ മകളുടെ ഭർത്താവായ രവി എൻ്റെ ഹസ്ബൻഡിന്റെ ഐഡന്റിറ്റിയിൽ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുകയാണ്, അവൻ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബാങ്ക് മാനേജറിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടതും മഞ്ജരിയുടെ അച്ഛൻ പറയും, ഇതല്ല എൻ്റെ മകളുടെ ഭർത്താവ്, എൻ്റെ മകളുടെ ഭർത്താവ് വേറെയാണെന്ന് പറഞ്ഞിട്ട് മഞ്ജരിയുടെയും രവിയുടെയും കല്യാണ ഫോട്ടോ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടതും കാജൽ ഞെട്ടിപ്പോകുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ മഞ്ജരിയെ വിവാഹം കഴിച്ചത് മറ്റാരുമല്ല, കാജലിനൊപ്പം ഇപ്പോഴുള്ള കാജലിന്റെ ഭർത്താവായ രാഹുൽ തന്നെയാണ്. യഥാർത്ഥ രവി തന്നെയാണ് രാഹുൽ എന്ന പേരിൽ മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ കാജലിനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. സത്യത്തിൽ രവി സ്വീകരിച്ചത് ബാങ്ക് മാനേജറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യമൊന്നും ബാങ്ക് മാനേജർക്ക് അറിയത്തേയില്ല. സത്യത്തിൽ രാഹുൽ കാണാൻ പോകുന്ന യശോദ രാഹുലിന്റെ സ്വന്തം അമ്മ തന്നെയാണ്. യശോദയ്ക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ കാജലിനിപ്പോൾ സത്യമെല്ലാം മനസ്സിലായല്ലോ. കാജൽ അങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ താനെല്ലാം സത്യവും മനസ്സിലാക്കിയെന്നുള്ള കാര്യം തന്റെ മുഖത്തൊന്നും അവൾ കാണിക്കുന്നതേയില്ല.
കാഷ്വലായിട്ടാണ് കാജൽ രാഹുലിനോട് സംസാരിക്കുന്നത്. സംസാരത്തിനിടയിൽ വെച്ച് കാജൽ പറയുന്നുണ്ട്, ഞാൻ ബോംബെയിലേക്ക് പോയി, നിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആളിനെ ഞാൻ കണ്ടെത്തി. ദേ ഇതാണെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചിട്ട്, ഇയാൾ ജീവിക്കുന്നത് ഇയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയിലാ. എന്നാൽ അത് വെച്ച് മറ്റൊരാൾ കൂടി രാഹുൽ എന്ന പേരിൽ ജീവിക്കുന്നുണ്ട്. അതെന്നോടൊപ്പമുള്ള എന്റെ ഭർത്താവാണെന്നും കാജൽ പറയുമ്പോഴോ അത് കേട്ട് രാഹുൽ ഞെട്ടിപ്പോകുന്നു. തന്റെ ഭാര്യ എല്ലാ സത്യങ്ങളും കണ്ടെത്തിയെന്നുള്ള കാര്യം രാഹുലിന്, അതായത് രവിക്ക് മനസ്സിലായി. ഇനി ഇവളോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി രവിയാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. രവി മഞ്ജരിയെ വിവാഹം കഴിച്ച ആദ്യ നാളുകളിലൊക്കെ അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവർക്കിടയിൽ എന്നും തന്നെ വഴക്കായിരുന്നു. ഒരിക്കൽ പോലും സമാധാനം എന്ന് പറയുന്ന കാര്യം രവിക്ക് കിട്ടിയിട്ടേയില്ല. എപ്പോഴും അവർ തമ്മിൽ അടിയും വഴക്കം മാത്രമാണ്. വീട്ടിലേക്ക് വരുന്നത് പോലും രവിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഗീതാഞ്ജലി എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളുമായിട്ട് പ്രണയത്തിലായി. അവളെ പ്രണയിച്ചതിൽ പിന്നെയാണ് സമാധാനം എന്തെന്ന് രവി അറിഞ്ഞതും. അതോടുകൂടി എങ്ങനെയെങ്കിലും മഞ്ജരിയെ ഡിവോഴ്സ് ചെയ്തിട്ട് ഗീതാഞ്ജലിയെ വിവാഹം കഴിക്കണമെന്നും രവി തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഡിവോഴ്സ് തരണമെന്ന് മഞ്ജരിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ മഞ്ജരിയാണെങ്കിൽ അതിന് തയ്യാറായതേയില്ല. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. ഡിവോഴ്സ് കിട്ടിയാൽ മാത്രമല്ലേ ഗീതാഞ്ജലിയെ വിവാഹം കഴിക്കാൻ പറ്റൂ. എന്നാൽ മഞ്ജരിയാണെങ്കിൽ ഡിവോഴ്സിന് തയ്യാറാകുന്നതുമില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് രവിയാണെങ്കിൽ മഞ്ജരി അങ്ങ് കൊന്നു. എന്നിട്ട് ഗീതാഞ്ജലി വിളിച്ചിട്ട് അവൾ ഡിവോഴ്സ് തന്നില്ല, പക്ഷേ ഞാൻ അവളെ കൊന്നു, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോഴോ അത് കേട്ട് ഗീതാഞ്ജലി ഞെട്ടിപ്പോകുന്നു. ഭാര്യയെ കൊന്നുവെന്നോ? എന്നിട്ടാണോ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്? അതിന് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് നിങ്ങളോടൊപ്പം ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ഗീതാഞ്ജലി പോലീസിനെ വിവരമറിയിക്കുകയാണ്. അതോടുകൂടി രവി അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ അവന്റെ കൂട്ടുകാരനായ രാഹുലിനടുത്തെത്തും. എന്നിട്ട് ആരും അറിയാതെ രാഹുലിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് പോയി രാഹുലിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുവാനായും തുടങ്ങി. അവിടെ ഒരു കമ്പനിയിലും ജോലിക്ക് കയറി. അവിടെ വെച്ചാണ് കാജലിനെ പരിചയപ്പെട്ടതും. കാജലുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സന്തോഷകരമായിട്ട് രവി ജീവിക്കുവാനായും തുടങ്ങിയത്. അവൻ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം കാജലിൽ നിന്ന് കിട്ടി. നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുവാനായും തുടങ്ങിയത്. നമ്മുടെ ഈ ജീവിതം നശിപ്പിച്ച് കളയുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നീ ഈ ഒരു കാര്യം ആരെയും അറിയിക്കരുത്. നമുക്ക് ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് നിന്നെയാണ് ഒരുപാട് ഇഷ്ടം, നീയുമായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറഞ്ഞ് രവിയാണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചുന്നു. രവി പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ കാജൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. കാജൽ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്റെ മകളോട് തുറന്നു പറഞ്ഞിരുന്നു. അച്ഛനെയും അമ്മയും കണ്ട് ഈ ഒരു കാര്യത്തിൽ താൻ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കും. എന്നാൽ അച്ഛൻ പറയുന്നത് അവന്റെ പാസ്റ്റിൽ നടന്ന കാര്യമാണത്. പക്ഷേ അതുപോലെയല്ലല്ലോ അവൻ നിന്നോടൊപ്പം ജീവിക്കുന്നത്. പാസ്റ്റിൽ അവൻ ആഗ്രഹിച്ച കാര്യമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ ആയിപ്പോയി. പക്ഷേ നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം അവൻ നിന്നെ നല്ലോണമല്ലേ നോക്കിയത്? നല്ല സന്തോഷത്തോടു കൂടിയല്ലേ നിന്നോടൊപ്പം ജീവിച്ചത്? നീ അത് മാത്രം നോക്കിയാൽ മതി. നിനക്കൊരു കുറവും അവൻ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം മറന്നേക്കുവാനായിട്ടും അച്ഛൻ പറയുന്നു. എന്നാൽ അവൾ ചോദിക്കുന്നതോ, സത്യത്തിൽ മഞ്ജരിയുടെ അച്ഛനായിരുന്നു അച്ഛനെങ്കിൽ എന്ത് തീരുമാനിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അമ്മ പറയുന്നത്, നീ മഞ്ജരിയുമല്ല, ഇത് മഞ്ജരിയുടെ അച്ഛനുമല്ല. അതുകൊണ്ട് നീ നിന്റെ ജീവിതം സേഫാക്കുന്ന കാര്യം മാത്രം നോക്കുവാനായിട്ടും അമ്മ പറയുന്നു. എന്നാൽ അവർ പറയുന്നതൊന്നും കേൾക്കുവാനായിട്ട് കാജൽ കൂട്ടാക്കിയതേയില്ല. ഇതെല്ലാം പോലീസിൽ അറിയിക്കുമെന്ന വാശിയിൽ തന്നെയായിരുന്നു കാജൽ. അതേസമയം അവൾ മഞ്ജരിയുടെ അച്ഛനെ കോൾ ചെയ്യുന്നു. നിന്റെ കോളിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന രവി എവിടെയാണുള്ളതെന്ന് എനിക്ക് പറഞ്ഞതാ. എനിക്ക് അവനെ കൊല്ലണമെന്ന രീതിയിൽ മഞ്ജരിയുടെ അച്ഛൻ സംസാരിക്കുന്നു. എന്നാൽ അത് കേട്ട് കാജൽ ചിന്തിക്കുന്നത്, വയസ്സായ ആള് അയാളുടെ മുമ്പിൽ ചെന്ന് പെട്ടിട്ട് എന്തിനാ മരണപ്പെടുന്നതെന്ന് ചിന്തിച്ച് അവൾ ഒരു കാര്യവും പറഞ്ഞു കൊടുത്തില്ല. പകരം പോലീസിൽ വിവരമറിയിക്കുകയാണ് ചെയ്തതും. അങ്ങനെ പോലീസാണെങ്കിൽ രവിയെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും എത്തി. തന്റെ മകളോടും യാത്ര പറഞ്ഞ് ഇത്രയും നല്ലൊരു ജീവിതം അത് കുറച്ചു നാളെങ്കിലും തനിക്ക് തന്നതിന് ഒരുപാട് നന്ദി എന്ന് കാജലിനോട് പറഞ്ഞിട്ടാണ് രവി പോലീസിനൊപ്പം പോകുന്നത്. 17 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകത്തിൽ പ്രതിയായി കരുതിയുന്ന ആൾ ആത്മഹത്യ ചെയ്തതോടുകൂടി ആ ഒരു കേസ് ക്ലോസ് ആയെങ്കിലും 17 വർഷങ്ങൾക്ക് ശേഷം ദേ ഇപ്പോൾ പ്രതിയെ മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു എന്ന പേരിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു ന്യൂസ് എല്ലാം വാർത്താ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല 17 വർഷങ്ങൾക്ക് ശേഷം പ്രതി കുടുങ്ങാൻ കാരണം ഭാര്യയുടെ ബുദ്ധിസാമർഥ്യമാണെന്നും അയാൾ ജീവിച്ചത് രാഹുൽ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റിയിലാണെന്നുമൊക്കെ ന്യൂസിൽ കാണിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥ രാഹുലും കാണുകയാണ്. അങ്ങനെ സത്യമെല്ലാം പുറത്തു വന്നു. സത്യം ജയിച്ചിരിക്കുന്നു. ആ ഒരു സമാധാനം കാജലിനുണ്ട്. അങ്ങനെ കാജലും മകളുമാണ് പിന്നീട് അങ്ങോട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.